അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നത് ഈയിടെയായി ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു വീട്ടിൽ മരണം നടന്നാൽ 3, 7, 40 ആണ്ട് പോലെയുള്ള സൽക്കർമ്മങ്ങൾ അത് കൊടും ബിദ്അത്താണെന്നും പാടില്ലാത്തതാണെന്നും കുറ്റകൃത്യമാണെന്നും ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് മുസ്ലിമീങ്ങളെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇമാമിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. സത്യത്തിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കേൾക്കാം. സഹോദരങ്ങളെ, ഈ മരണപ്പെട്ടവരുടെ ആണ്ട് കഴിക്കുക എന്നുള്ളത് ശുദ്ധമായ ബിദ്അത്താണ്. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ മരണപ്പെട്ടാൽ ദുഃഖം ആചരിക്കാൻ വേണ്ടി പോലും നിശ്ചയിക്കപ്പെട്ടത് 3 ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് ദുഃഖമുണ്ടാകുമ്പോൾ ഈവൻ ഭക്ഷണം വെക്കാനും മറ്റൊക്കെ അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഭക്ഷണം വെച്ച് അവരുടെ വിശപ്പടക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. ഇതല്ലാത്ത നിലക്കുള്ള ചടങ്ങുകൾ 3 തന്നെ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു സൽക്കാരം പോലെ നടത്തൽ പാടില്ലാത്തതാണ്. പിന്നെ 7, 14, 40 ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഹൈന്ദവരിൽ നിന്ന് കടമെടുത്തതാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഫിഖ്ഹിന്റെ കിതാബിൽ 7, 14, 40 ആണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചർച്ച 4 മദ്ഹബുകളുടെ കിതാബുകളിൽ എവിടെയും കാണാൻ കഴിയില്ല. കേട്ടല്ലോ, അദ്ദേഹം പറയുന്നത് ഇമാമിങ്ങളാരും ഇത് ചർച്ച ചെയ്തിട്ടില്ല. അതേപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും ഇത് വന്നിട്ടില്ല. ഇത് ഹൈന്ദവരിൽ നിന്ന് കടമെടുത്തതാണ്. സത്യത്തിൽ എൻ്റെ കയ്യിലുള്ളത് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ പ്രമുഖനായ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫതാവൽ കുബ്രയാണ്. ഇതിൽ വളരെ മനോഹരമായി മഹാനവർകളോടൊരു ചോദ്യവും ഒരു ഉത്തരവും. എന്താ ചോദ്യം? ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം ഐ യുസ്അലൂന കമാ അത്ബഖ അലൈഹിൽ ഉലമാഉ 7 അയ്യാം ഹൽ ലഹു അസ്ലുൻ. ഒരാൾ മരണപ്പെട്ടാൽ ഖബറിൽ 7 ദിവസം ഫിത്ന അനുഭവിക്കേണ്ടി വരും, ചോദ്യം ചെയ്യപ്പെടും എന്നൊക്കെ പറയപ്പെടുന്നത് ശരിയാണോ? അതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ് ചോദ്യം. മഹാനവറുകളുടെ മറുപടി, മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിനിക്ക് മറുപടി പറയുന്നത് മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബു സുഹ്ദിലും അതേപോലെ അബൂ നുഐം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹില്യത്തിലും വളരെ വ്യക്തമായി ത്വാഊസി എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി അദ്ദേഹം മറുപടി പറയാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകൾ പറയാണ്, ഫഖദ് അഖ്റജഹു ലഹു അസ്ലുൻ അസീലുൻ, ലഹു അസ്ലുൻ അസീലുൻ, അതിന് വ്യക്തമായ മാനദണ്ഡമുണ്ട്. 7 ദിവസം ഖബറിൽ സുആൽ ഉണ്ടാകും, ഫിത്ന ഉണ്ടാകും എന്നതിന് വ്യക്തമായ അടിസ്ഥാനമുണ്ട്. ഫഖദ് അഖ്റജഹു ജമാഅത്തുൻ അൻ തൗസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരു കൂട്ടം പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബിസ്സനദി സ്വഹീഹി, സ്വഹീഹായ സനദുകളെ കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വളരെ വ്യക്തമായി അദ്ദേഹം പറയാണ്, എന്താ ഖബറിൽ 7 ദിവസം ഫിത്ന അനുഭവപ്പെടും. വേറെ റിവായത്തിൽ വഫീ ബഅദി തിൽക റിവായ, ചില റിവായത്തുകളിൽ വന്നിരിക്കുന്നത് ഇന്നൽ മുനാഫിഖ യുഫ്തനു 40 സ്വബാഹൻ, 40 ദിവസം ഖബറിൽ സുആലുണ്ടാകും. മുനാഫിഖീങ്ങളായിരിക്കുന്ന ആളുകൾക്ക് 40 ദിവസത്തോളം അവർക്ക് ഖബറിൽ സുആലുണ്ടാകും, ഫിത്ന അനുഭവപ്പെടുമെന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തൊട്ടപ്പുറത്ത് ഉദ്ധരിക്കുകയാണ്. വമിൻ തമ്മ സ്വഹഅൻ ത്വാഊസ് എന്നവരെ തൊട്ട് താബിഈങ്ങളിൽ പ്രമുഖനാണ് മഹാനവർകൾ. അദ്ദേഹത്തിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അന്നഹും കാനു യസ്തഹിബുതഅമ അനിൽ മയ്യിതി തിൽക്കൽ അയ്യാം. ഈ 7 ദിവസങ്ങളിൽ, ഈ 40 ദിവസങ്ങളിലൊക്കെ മയ്യത്തിന് വേണ്ടിയിട്ട്, ഗുണം കിട്ടാൻ വേണ്ടിയിട്ട്, മയ്യത്തിൻ്റെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട്, ഖബറിലുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ, നാട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക് ഭക്ഷണം സ്വതക്ക ചെയ്യുന്ന രീതി ആ പഴയ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നു. കാനു, അവരായിരുന്നു യസ്തഹിബൂന, വലിയ നന്മയായി അവർ കണ്ടിരുന്നു. അയ്യുത്അമ അനിൽ മയ്യിത്തി, മയ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നത് തിൽക്കല്ലയ്യാം, ആ ദിവസങ്ങളിൽ. അപ്പോൾ 7 ദിവസങ്ങളിലും അല്ലെങ്കിൽ 40 ദിവസങ്ങളിലും ഭക്ഷണം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു.
അത്രയൊന്നും കഴിയില്ലെങ്കിലും 7-ാമത്തെ ദിവസമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ 40-ാമത്തെ ദിവസമെങ്കിലും എല്ലാ ദിവസങ്ങളിലും കഴിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് അതൊരു നല്ല നന്മയല്ലേ, നല്ല കാര്യമല്ലേ? ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സ്വതക്കയായിട്ടല്ലേ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്? അതാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി കൊണ്ട് കിതാബിൽ പറയുന്നു. മാത്രമല്ല മഹാനായിരിക്കുന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഷർഹു സുദൂറിൽ ഇത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആരാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹും ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ വലിയ മഹാപണ്ഡിത കേസരികളല്ലേ? അവരൊക്കെ വളരെ വ്യക്തമായി മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട് ഈ വിഷയം. മാത്രമല്ല ആണ്ടിൽ നടക്കുന്നതെന്താ? ഒരാണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 40, 3, 7 എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചയാളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥന നടത്തുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ധാരാളം ഹദീസുകളില്ലേ, മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ലാ യജ്തമിഉ മലഉൻ, ഒരു സംഘം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, എന്നിട്ട് അവർ ഫയദുഉ ബഅദുഹും വയുഅമ്മിനു സായിറുഹും, കുറേ ആൾ ദുആർന്നു, കുറേ ആൾ ആമീൻ പറഞ്ഞു. ഇങ്ങനെ വന്നാൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ദുആവും ആമീനും ഉണ്ടായാൽ ആ ദുആ ഇല്ല അജാബഹുമുല്ലാഹ്, ഈ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് കൊടുക്കുമെന്നല്ലേ? അപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത് അതൊരു പുണ്യകർമ്മമല്ലേ? അതിനെ എന്തിന് ബിദ്അത്താക്കണം? അതിനെ എന്തിന് വലിയ പാതകമായി കാണണം? പിന്നെ മറ്റൊന്ന്, അവർക്ക് വേണ്ടിയിട്ട് സ്വതക്ക കൊടുക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളരികത്ത് ഒരാൾ വന്നു, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മീ ഖദ് ഇഫ്തുതിലത് നഫ്സുഹാ, എൻ്റെ ഉമ്മ മരിച്ചുപോയി നബിയെ, വലം തൂസി, ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ ഒരു ഇടം കിട്ടിയിട്ടില്ല, നേരം കിട്ടിയിട്ടില്ല. വ അളുന്നുവാ ലൗ തകല്ലമത് തസദ്ദഖത്ത്, എൻ്റെ ഉമ്മ എങ്ങാനും സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ സ്വതക്ക കൊടുക്കുമായിരുന്നു, വസിയത്ത് ചെയ്യുമായിരുന്നു. എൻ്റെ ഉമ്മാക്ക് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ് അഫലഹ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹ, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വതക്ക കൊടുത്താൽ, ഞാൻ അരി വിതരണം ചെയ്താൽ, ഞാൻ മാംസ വിതരണം ചെയ്താൽ, ഞാൻ ഭക്ഷണം കൊടുത്താൽ, ഞാൻ സ്വതക്ക ചെയ്താൽ അത് എൻ്റെ ഉമ്മാക്ക് ഉപകരിക്കോ എന്ന ആശയത്തിൽ ചോദ്യം ചോദിച്ചു ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട്. ഈ സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി ഈ ഹദീത്ത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മറുപടി നഅം, അതെ, ഉറപ്പല്ലേ, കിട്ടുമെന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഷറഹ് മുസ്ലിമിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നു, വഫീ ഹാദൽ ഹദീസ്, ഈ ഹദീത്തിലുണ്ട് ആധാരം, അന്ന സ്വദഖത അനിൽ മയ്യിത്തി തൻഫഉൽ മയ്യിത്ത, മയ്യത്തിന് വേണ്ടിയിട്ട് സ്വതക്ക നൽകിയാൽ അത് മയ്യത്തിൻ്റെ ഖബറിലേക്ക് ഉപകരിക്കും എന്നതിന് ആധാരമുണ്ട്. ആരാ പറയുന്നത്? ഇമാം നബവി റളിയല്ലാഹു അൻഹു. പിന്നെ മറ്റൊരു ചോദ്യം, ആണ്ട് കഴിക്കാൻ പറ്റുമോന്നാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഖിർതു അലാ അഹദി മിൻ നിസാഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസ്. അതിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന യുക്തിറു ദിക്റഹാ, ഇമാം ബുഖാരി സ്വഹീഹുൽ ഉദ്ധരിക്കുന്നു, കാന യുക്തിറു ദിക്റഹാ, വല്ലാതെ ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചു പറയും. വറുബ്ബമാ ദബഹ ഷാത തുമ്മ യുഖത്തിയുഹാ അഅ്ലാഅൻ തുമ്മ യബ്അതുഹാ ഫീ സ്വദായിഖി ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിനെ വാങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അറക്കും, ചിലപ്പോഴൊക്കെ ആട്ടിനെ അറക്കും, എന്നിട്ട് അതിനെ കഷ്ണം കഷ്ണമായിട്ട് അതിനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തേക്കും. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്യും. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ആയിഷ ബീവി ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഒന്ന് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് അവരെ തൊട്ട് സ്വതക്ക ചെയ്യുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്നത്, അതൊരു പുണ്യകർമ്മല്ലേ?
പൊതുവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ പുണ്യം കൽപ്പിച്ചിട്ടുള്ള നന്മകളിൽ പെടുത്താവുന്നതല്ലേ അതെല്ലാം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് മാത്രമല്ല, ഓവറായപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വർത്താനം കേട്ടാൽ വേറെ ഒരു പെണ്ണും ഈ ഭൂമി ലോകത്തില്ലാന്നത് പോലെ തോന്നുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ അത്രത്തോളം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയും പ്രശംസിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സ്വതക്ക കൊടുക്കുകയും ചെയ്തിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇങ്ങനെയുള്ള നന്മകളുള്ള ആണ്ടായാലും 3 ആയാലും 7 ആയാലും 40 ആയാലും അതിനെ സംബന്ധിച്ച് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മഹാന്മാരായ സ്വഹാബാക്കളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കിതാബുകളിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട മൗലവി കാണാതെ പോയത് കിതാബ് പരതാത്തത് കൊണ്ടും നോക്കാത്തത് കൊണ്ടുമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.